വയനാടൻ ഭൂതലത്തിന് രാമായണത്തോട് പലപ്പോഴും ബന്ധം കാണാറുണ്ട്. ചരിത്രവും മിത്തും ഒക്കെ ഇവിടെ ഇടപഴകി കിടക്കുന്നു. സുൽത്താൻ ബത്തേരിയും കടന്ന് മൈസൂരേക്ക് പോകുമ്പോൾ മുത്തങ്ങ കഴിഞ്ഞു വരുന്ന സ്ഥലമാണ് പൊൻകുഴി. രാമായണം കഥയുമായി ബന്ധപ്പെടുത്തിയൊരു ക്രൗഞ്ച പക്ഷിയെ പറയാറില്ലേ, ഒരു പെൺകിളി, തമിഴിലെ പൊൻകിളി. ഇതിൽ നിന്നാ പോലും പൊൻകുഴി എന്ന പേര് വന്നത് എന്ന്. ഇവിടെ ഒരു സീതാരാമ ക്ഷേത്രമുണ്ട് കേട്ടോ. വിജയനഗര ശൈലിയിൽ ജൈന ക്ഷേത്രങ്ങളോട് സാമ്യമുള്ളവയാണിവ. അയോധ്യയിലെ സിംഹാസനാരോഹണത്തിന് ശേഷം അപമാന ഭയത്താൽ രാമൻ സീതയെ ഉപേക്ഷിച്ചത് ഇവിടെയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. സീതാദേവിയുടെ ദുഃഖത്താൽ കണ്ണുനീർ വാർത്തു രൂപം കൊണ്ടതാണ് പുറകുവശത്തെ ചെറിയ അരുവി എന്നാണ് വിശ്വാസം. ധാരാളം ബന്ദറുകൾ ഇവിടെയുണ്ട് കേട്ടോ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ബിലോങ്ങിങ്സ്. നല്ല തണുത്ത വെള്ളത്തിലിറങ്ങി ചില്ലാക്കാം. വയനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ബലിതർപ്പണത്തിന് വലിയ സ്ഥാനമുള്ള ക്ഷേത്രം കൂടെയാണ് കേട്ടോ ഇത്. NHന്റെ ലെഫ്റ്റ് സൈഡിലാട്ടോ രാമക്ഷേത്രവും വാൽമീകി ഗുരുപരമാനന്ദ ആശ്രമവും ഉള്ളത്. റൈറ്റ് സൈഡില് സീതാ ഹനുമാൻ ക്ഷേത്രവും. നല്ല വെള്ളമുള്ളപ്പോ വെള്ളം കാട്ടാറിൽ തട്ടി ചിന്നി ചിതറുന്നത് കാണാൻ പൊളിയാണ്. അപ്പൊ ശരി, പിന്നെ പാക്കല. പറ്റുന്നവരൊക്കെ പോയി നോക്കിട്ടോ.